ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ പേര് കുറേ നാളായിട്ട് എന്നോട് പറയുന്നതാണ് ലോങ് വീഡിയോസ് ഇടുമോ. അപ്പോൾ അതിനെ പറ്റിയ സാഹചര്യം ഇതാണ് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഇടുന്നത്. അപ്പോൾ വീട്ടിലെ എല്ലാവരും നോമ്പാണ് കേട്ടോ, എന്നെ ഒഴികെ ബാക്കി എല്ലാവരും നോമ്പാണ്. എനിക്ക് മെഡിസിൻസും മറ്റും എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നോമ്പ് പിടിക്കുന്നില്ല. വീട്ടിൽ നിന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ നോമ്പ് പിടിക്കുന്നില്ല. അപ്പം അപ്പോൾ സ്റ്റെബി നോമ്പാണ് കേട്ടോ. അപ്പോൾ സ്റ്റെബി 3-4 മണിയാകുമ്പോൾ പള്ളിയിൽ പോയി പ്രെയർ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവൾ നോമ്പ് മുറിക്കാൻ വരുന്നതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ ഒടിഞ്ഞ കാലം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ബ്രെഡ് ഇരിക്കുന്നു. അപ്പോൾ വെച്ചാൽ ബ്രെഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പീനട്ട് ബട്ടറോ സംതിങ് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ പണി തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയയില്ല. അമ്മയും അനിയത്തിയും കൂടെയാണ് കേട്ടോ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഈ പരിസരത്തേ പോകാറില്ല. അങ്ങനെ നമ്മൾ ബ്രെഡ് വെച്ച് ആദ്യത്തെ പരീക്ഷണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഇരിക്കുന്നത് സാറയുടെ കണ്ടോ, കിടിലൻ പെർഫ്യൂമാണ്. നല്ല സ്പ്രേ ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാതെ എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ ചൂട് വരുന്നത് ആവി വരുന്നത് പോലെയൊക്കെ തോന്നി. കറക്റ്റ് എനിക്ക് ഐഡിയ ഇല്ല, ഇനി എൻ്റെ പേടി കരിഞ്ഞു പോകുമെന്നാണ്. പിന്നെ നോക്കിയപ്പോൾ കറക്റ്റ് എങ്ങനെയോ അത് വന്നു പൊങ്ങി വന്നിട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല ക്രിസ്പി ആയിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാനങ്ങനെ ഫുഡൊക്കെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരാളല്ല, പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയാൽ ഓവർ കോൺഫിഡൻസില്ല. ഉണ്ടാക്കി തുടങ്ങിയാൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ചൂടാണ്, ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഞാൻ റൂമിലോട്ട് പോയി നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പീനട്ട് ബട്ടർ തീർന്നിട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നേരത്തെ ചോക്കോഡോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, സെയിം തന്നെയാണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചു. അങ്ങനെ സെറ്റ് ചെയ്യൽ പരിപാടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് ചെയ്തത്. അവളെ വന്ന റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ കുറേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കയ്യിൽ നിന്ന് വീഴുന്നു, നിൽക്കാനൊന്നും പറ്റത്തില്ല. വീഡിയോ എടുക്കുന്നതിന് ഞാൻ എങ്ങനെയൊക്കെയോ ഇരുന്നിട്ട് എങ്ങനെയൊക്കെയാണ് പെയിൻ വരുന്നതുകൊണ്ട് ഞാൻ അധിക സമയം അങ്ങനെ നിന്ന് റിസ്ക് എടുക്കാറില്ല. പിന്നെ കുറച്ച് നമ്മൾ ചക്ക എടുത്തു. ചക്ക നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ, അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് നോമ്പിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബനാന എടുത്തു, അത് കട്ട് ചെയ്തു. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഞാൻ ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. പപ്പായയും കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പപ്പായ ഭയങ്കര പച്ച കളറിലായിരുന്നു, പഴുത്ത പപ്പായാണ് അവൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് റോങ് അല്ലേ. മണം തട്ടിയിട്ടാണോ എന്നറിയത്തില്ല, അതിന് ഇവൻ വന്നു. പിന്നെ അവനെ വെച്ച് കുറേ സമയം കളിയും ചെയ്യും. പിന്നെ അവൻ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഫൈനലി ഞാൻ എൻ്റെ സാധനം സെറ്റ് ചെയ്തെടുത്തു. എന്തെന്നറിയത്തില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നെങ്കിലും എന്തോ എനിക്കറിയില്ല, ഫുഡിൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ടോ കേട്ടോ, അല്ലാണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടിരിക്കുന്ന ഒരു മങ്കിയില്ലേ, പഞ്ച്, അപ്പോൾ അവൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇവൻ്റെ ടോ എവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അതെടുത്ത് വെച്ച് പിന്നെ അതും കൂടെ ഒരു വീഡിയോ ആക്കി. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഇവൻ എണീക്കുവാണെങ്കിൽ അവൾ വന്നെന്നാണ് അർത്ഥമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയിരുന്നപ്പം അവൻ മൈൻഡാക്കിയില്ല. പിന്നെ അവൾ വന്നു, അവളുടെ എക്സ്പ്രഷൻസ് പ്രതീക്ഷിച്ചത്രയും ഇല്ലെങ്കിലും എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. ആ മുഖത്തിലെ പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് ഞാനിട്ട എഫേർട്ടൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയായി. എന്നാൽ അവൾ എന്നോട് താങ്ക് യു പോലും പറയില്ല, പക്ഷെ അവളുടെ ഫേസിൽ അതെനിക്ക് അറിയാൻ പറ്റിയിരുന്നു. അവൾ പിന്നെ 2 ബ്രെഡും വാട്ടർമെലനും കുടിച്ചപ്പോഴത്തേനും അവളുടെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ അവൾ പോയിരുന്നു, അവളുടെ നോമ്പ് മുറിച്ചു. ഞാനും ഹാപ്പി, അവളും ഹാപ്പി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.